ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസ്ഥ വളരെയധികം മോശത്തിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് പോക്കെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ അവസാനിപ്പിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. ഹോട്ടലുകളിൽ ചായക്ക് 15 രൂപയാണ് വാങ്ങിക്കുന്നത്. പൊറോട്ടയ്ക്ക് 10 രൂപ കിടന്ന പൊറോട്ട 15 രൂപയായി. സത്യം പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കയറി. എന്റെ ഈ പുറകെ കാണുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷ ഓടുന്നത് LPG-യിലാണ്. LPG ഗ്യാസ് എന്ന ഒരു ഇതിലാണ് ഓടുന്നത്. അപ്പോൾ ഇതുപോലെ LPG-യിൽ CNG-യിലൊക്കെ ഓടുന്ന ഒരുപാട് വാഹനങ്ങൾ ഇപ്പൊ കേരളത്തിനകത്തുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് LPG-യുടെ വില വെറും 60-62 രൂപയെ കിടന്നതാണ്. ഇപ്പൊ യുദ്ധം തുടങ്ങിയതിന് ശരിക്കും പറഞ്ഞാൽ 100 രൂപയോളം എന്തായാലും ആയിട്ടുണ്ട്. വളരെയധികം പ്രതിസന്ധിയിലാണ് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അവസ്ഥ. ഇപ്പൊ ഗ്യാസിന് വില കൂടിയതോടെ ഹോട്ടലിൽ കയറുമ്പോൾ 1500 രൂപ കിടന്ന LPG 3500-4000 രൂപയ്ക്കൊക്കെ എടുത്താണ് അവർ പാചകം ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ ചെയ്താലേ മുതലാവത്തുള്ളൂ. അപ്പൊ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷെ അവർ ദോശയ്ക്കും പൊറോട്ടയ്ക്കും ചായക്കൊക്കെ വില കയറ്റുമ്പോ ഇവിടെ ഒരു നിയമവും എന്തിനാണ് നിങ്ങൾ വില കൂട്ടിയതെന്ന് ചോദിച്ചുകൊണ്ട് അവരെടുത്ത് ചെല്ലുന്നത് നമ്മൾ ആരും കണ്ടില്ല. പക്ഷെ നമ്മൾ ഓട്ടോറിക്ഷക്കാരോ ടാക്സിക്കാരോ ഒക്കെ ഈ LPG-ക്കൊക്കെ പെട്രോളിനൊക്കെ വില കയറിയത് കാരണം ഞങ്ങൾ 10 രൂപ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാകത്തില്ലേ?